ഇവനാണ് ബൊട്ടേഗ ഗ്രീൻ ജിൻ. ആൾ വൈൽഡാണ്. അപ്പം സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി ടൂൾസ് എടുക്കുക, കൈ വറയ്ക്കുന്ന ടൂൾസ് എടുക്കുക. ഉരുട്ടിയതിന് ശേഷം അതിനെ അങ്ങോട്ട് മുറിച്ച് അതിൻ്റെ ചാറ് ഊറ്റിയതിന് ശേഷം അവൻ പറഞ്ഞു വന്നത് കോക്ടെയിൽ മേക്കിംഗ്. ഈ കോക്ടെയിലിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവും പുളി. കാരണം പുളി കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എരിവ് പക്ഷേ അന്നേരം മനസ്സിലാകത്തില്ല, അടുത്ത ദിവസം രാവിലെ നല്ല രീതിയിൽ എരിവ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബൊട്ടേഗ അങ്ങോട്ട് എടുത്തിട്ട് ഒരു 60 ഒരു 30, പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ, ഒരു 60-30 ഒഴിച്ച് സൈഡാക്കി വെക്കുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ കലവിലാന്ന് ഒത്തിരി സംസാരിക്കുന്നില്ല കേട്ടോ, കാരണം ഇതിനകത്തിലെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടതാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ ഇത് എൻ്റെ സ്വന്തമല്ല, ചെക്കൻ്റെ വാട്ടർ ബോട്ടിൽ കടം മേടിച്ചതാണ്. ഇന്നലെ അവൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്കൂൾ ജീവിതം അവസാനിച്ച് എൻ്റെ സന്തോഷത്തിൽ ഈ വാട്ടർ ബോട്ടിൽ എനിക്ക് അവൻ ദാനം തന്ന സാധനമാണ്. കാരണം ഇതിന് ഫിൽറ്ററുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കള്ളു കുടിച്ചാറിന് തോളെ കയറാൻ വേണ്ടിയല്ല, കള്ളു കുടിക്കുന്നത് നമുക്കൊരു രസത്തിനാണ്. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു ഫീൽ വേണ്ട. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് മുളകൊക്കെ ഇങ്ങനെ ഇടിച്ച് ചതച്ച് ഒരു എരിവ് കിട്ടും, ഒരു എരിവിൻ്റെ പഞ്ച് കിട്ടാനായിട്ട് ഉണ്ടാവും. ചുമന്ന നിറം വന്നപ്പം ചോല വന്നപ്പം കണ്ട അതിൻ്റെ ഒരു അടിപൊളിയായില്ലേ. കുറച്ച് ജിഞ്ചറയിൽ ഇടുന്നതിന് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ഇച്ചിരിയും കൂടെ ഒഴിക്കുക. അതിന് ശേഷം സോഡ ഒഴിക്കുന്നു, അതിൻ്റെ ആ മധുരത്തെ ഒന്ന് പിടിച്ച് കെട്ടാനായിട്ട്. കാരണം എനിക്ക് ഒത്തിരി മധുരം ഇഷ്ടമല്ല, കാരണം ആ എരിയുടെ കുത്ത് മുന്നിൽ നിൽക്കണം, എന്നാലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് പതപ്പിച്ചിട്ട് നമ്മൾ എന്തിനോ വേണ്ടി എത്തിയല്ലോ. അപ്പം ടണ്ട കൂൾ ഈ കാലാവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിനെ ഇളക്കി മറിക്കാൻ, തണുപ്പിക്കാൻ ഇതാ എരിവും പുളിയും. അപ്പം മിൻറ്റ് പിന്നെ നമ്മുടെ ദേശീയ സാധനമാണ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയ വരെ മിൻറ്റ് ഇടുന്ന ടീമാണ് ഞാൻ. എനിക്ക് ആ മിൻറ്റിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു മണവും ആ ഒരു ഫ്ലേവറും. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും, ചായ ഉണ്ടാക്കിയാലും കാപ്പി ഉണ്ടാക്കിയാലും എന്ത് സാധനത്തിനും ഞാൻ മിൻറ്റ് വലിച്ചു വരിയിടും. മിൻറ്റ് ചമ്മന്തി എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ബിരിയാണിയുടെ കൂടെ. അപ്പം ഇതെല്ലാം കൂടെ വാരി വലിച്ചിട്ട് ഞാൻ പറയാൻ വന്നത്, എൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ ഈ കളകളാന്ന് ഇനിയും സംസാരിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മുറുക്കി നമ്മൾ കുലുക്കി കുലുലാന്നിട്ട് കുലുക്കി എന്നെ അങ്ങ് ശരിക്കും അങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കും എന്തിനാ 2 ഗ്ലാസ്, 1 ഗ്ലാസ് എനിക്കും 1 ഗ്ലാസ് എൻ്റെ ഭാര്യയ്ക്കും. അപ്പോൾ എന്തും നമ്മൾ ഷെയർ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെയാണ്. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ വലിച്ചു വാരി കള്ള് മോന്താതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് പരിപാടികളൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ച് അങ്ങനെ ഒരു നല്ല സന്ധ്യ, നല്ല ഈവനിങ് എൻജോയ് ചെയ്യുക. അപ്പം ഹാപ്പി വീക്കെൻഡ്.